നെന്മാറ ഇരട്ട കൊലപാതക കേസിലെ പ്രതി ചെന്താമരയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. 2 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് പോലീസ് ആവശ്യപ്പെട്ടത്. സുരക്ഷാ വലയത്തിൽ ചെന്താമരയെ തെളിവെടുപ്പിന് എത്തിക്കുമെന്നാണ് വിവരങ്ങൾ ഇപ്പോൾ കിട്ടുന്നത്. ഷംന വിവരങ്ങളുമായി. ഷംന, ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തെളിവെടുപ്പാണ്. കാരണം ഇയാൾ പറയുന്ന പല കാര്യങ്ങളും പോലീസ് വിശ്വസിച്ചിട്ടില്ല. പക്ഷെ അപ്പോഴും അതൊരു ചെറിയ ക്രമസമാധാന പ്രശ്നമാവില്ല എന്ന് ഉറപ്പാണ്. നമ്മൾ ആദ്യത്തെ ദിവസമൊക്കെ കണ്ടതാണല്ലോ. എങ്ങനെയാണ് പോലീസ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്? ശ്രീജ, നമ്മളിപ്പോൾ ഉള്ളത് ഈ കൊലപാതകം നടന്ന പോത്തുണ്ടി ബോയൻ കോളനിയിലാണ്. അതായത് ഈ പ്രതിയുടെ വീടിന് സമീപത്ത് തന്നെയാണ് നമ്മളുള്ളത്. ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. നിരവധി പോലീസുകാർ ഇപ്പോൾ തന്നെ ഇവിടെ സുരക്ഷയ്ക്കായി എത്തിയിട്ടുണ്ട്. 400ഓളം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഉണ്ടാവുക. ഒപ്പം തന്നെ മറ്റ് തണ്ടർ ബോൾട്ട് അതുപോലെയുള്ള ഡ്രോൺ സുരക്ഷ അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ 11 മണിയോടുകൂടി പ്രതിയെ കോടതിയിൽ ഹാജരാക്കി അതിനുശേഷം മറ്റ് വൈദ്യപരിശോധന അടക്കം പൂർത്തീകരിച്ച് ഉച്ചയോടുകൂടി തന്നെ ഇങ്ങോട്ട് ബോയൻ കോളനിയിലോട്ട് കൊണ്ടുവരും. ഉടൻ തന്നെ പിന്നീട് തെളിവെടുപ്പ് ഉണ്ടാകും. എന്തായാലും വലിയ രീതിയിൽ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഒരു രോഷപ്രകടനം അത് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം മുൻപ് ഈ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്ത സമയത്തടക്കം അത് ഉണ്ടായിരുന്നതാണ്. നേരത്തെ ഈ ജയിലിലടക്കം നാട്ടുകാർ ഉപരോധിക്കുന്ന അല്ലെങ്കിൽ അത്തരം പ്രതിഷേധങ്ങളൊക്കെ കണ്ടതാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ വലിയ ഒരു സുരക്ഷ ഒരുക്കുന്നത്. ഒപ്പം തന്നെ ഈ കൂടുതൽ തെളിവ് ശേഖരിക്കേണ്ടതുണ്ട്. കാരണം ഈ കൊലപാതകം നേരിട്ട് കണ്ടവരില്ല. ഒപ്പം തന്നെ ഈ പ്രതി പലപ്പോഴായി അന്വേഷണത്തിന്റെ പല ഘട്ടങ്ങളിലായി മൊഴി നൽകിയത് അത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ തന്നെ ഈ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് കടന്ന് കൂടുതൽ തെളിവ് ശേഖരിക്കേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ തെളിവെടുപ്പുണ്ടാകും. ഇന്ന് ഈ കൊലപാതകം നടന്ന ഈ സ്ഥലത്ത്, അതായത് സുധാകരന്റെ വീടിന് മുമ്പിൽ, ഒപ്പം തന്നെ ഈ പ്രതി കൊലപാതകം നടത്തിയ വെട്ടുകത്തി സൂക്ഷിച്ചിരുന്നത് പ്രതിയുടെ വീട്ടിൽ തന്നെയാണ്. അവിടെയൊക്കെ കേന്ദ്രീകരിച്ചായിരിക്കും ഇന്ന് തെളിവെടുപ്പ് ഉണ്ടാവുക. പിന്നീടായിരിക്കും ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുക. എന്തായാലും 400ഓളം പോലീസ് ഉദ്യോഗസ്ഥരാണ് പോത്തുണ്ടിയിൽ മാത്രം ഇന്ന് സുരക്ഷയ്ക്കായി ഉണ്ടാവുക. വലിയ രീതിയിൽ ഈ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന്, കാരണം പ്രതിയോട് ഉള്ള ഒരു രോഷം അതിപ്പോഴും നാട്ടുകാർക്ക് കെട്ടടങ്ങിയിട്ടില്ല. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അതുകൂടി മുന്നിൽ കണ്ടു തന്നെയാണ് വലിയ രീതിയിൽ ഒരു സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ തന്നെ, അതായത് കോടതിയിൽ പ്രതിയെ ഹാജരാക്കിയിട്ടില്ല, പക്ഷേ ഇപ്പോൾ തന്നെ ഈ പോത്തുണ്ടി ബോയൻ കോളനിയിൽ വലിയ രീതിയിൽ പോലീസ് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്, സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട്. 11 മണിയോടുകൂടിയാണ് ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുന്നത്. അതിനുശേഷം ഏതാണ്ട് വൈദ്യപരിശോധനയും കഴിഞ്ഞ് 12 മണിയോടുകൂടി തന്നെ ഇങ്ങോട്ട് എത്തിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ശ്രീജ, ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ തന്നെ ബോയൻ കോളനി പൂർണ്ണമായി പോലീസിന്റെ നിയന്ത്രണത്തിലാണ്. ആദ്യത്തെ ദിവസം ഇയാളെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ ഗേറ്റ് പൊളിച്ചടക്കം അകത്ത് കയറാൻ നാട്ടുകാർ ശ്രമിച്ചിരുന്നു. അത്രയേറെ അവരെ ആശങ്കപ്പെടുത്തിയിരുന്ന ഒരാളാണ്. അവരുടെ മുന്നിലിട്ടാണ് അത്ര ഏറെ ദാരുണമായ 3 കൊലപാതകങ്ങൾ ഇയാൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന് പോലീസ് മുൻകൂട്ടി പ്രതീക്ഷിക്കുന്നുണ്ട്.